അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് 67 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. ഇൻ്റഗ്രൽ cos 4x sin x dx. ഇൻ്റഗ്രൽ cos 4x sin x dx. നമ്മളിവിടെ 1/2 ഇൻറ്റു 2 cos 4x sin x dx എന്നാൽ 1/2 ഇൻറ്റു എന്താ ചെയ്താലോ ആ പ്രശ്നമില്ല. സൈൻ സി മൈനസ് സൈൻ ഡി ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞാൽ 2 cos c plus d/2 സൈൻ സി മൈനസ് d/2 എന്നാണ് നമുക്കറിയാം. സൈൻ 5x മൈനസ് 3x എന്നാണ് എടുക്കുന്നത്. 4xും എക്സും കൂട്ടി 5x. 4xും എക്സ് പോയാൽ 3x. അങ്ങനെയാണ് 5xും 3xും കിട്ടുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഇത് സി ആണ്, ഇത് ഡി ആണ്. ഇപ്പോൾ 2 cos c plus d/2 2 cos 5x plus 3x/2 സൈൻ 5x മൈനസ് 3x/2 അതൊക്കെ നമുക്കറിയാം. 5xും 3xും കൂട്ടിയ 8x അല്ലേ. 5x 3x പോയാൽ 2x/2. അപ്പോൾ 2 cos 4x sin x 2x. അത് തന്നെ ഇവിടെ വരുന്നത് 2 cos 4x sin x. 1/2 ഇൻ്റഗ്രൽ ഇത് തന്നെയാണിത്. അപ്പോൾ അത് തന്നെ വേറെ ഇതെടുക്കാം. sin 5x മൈനസ് sin 3x dx. ഇത് സ്റ്റെപ്പ് ഓടിയാം. 1/2 sin 5x sin xൻ്റെ മൈനസ് cos x. അപ്പോൾ sin 5xൻ്റെ മൈനസ് cos 5x 5xന് ഡെറിവേറ്റീവായി 5 കൊണ്ട് ഹരിക്കണം. മൈനസ് വീണ്ടും ഇവിടെ മൈനസ് ഇടുക. പിന്നെ സൈൻ്റെ ഇൻ്റഗ്രൽ തന്നെ മൈനസ് ആണ്. മൈനസ് cos 3x ബൈ സി ആണെങ്കിൽ ഈ രണ്ട് മൈനസ് കൂടി പ്ലസ് ആക്കി സ്റ്റെപ്പ് കൂടി എഴുതാം. ഒന്നുകൂടി cos 4x sin x dx ആണ് ക്വസ്റ്റ്യൻ. 1/2 ഇൻറ്റു 2 cos 4x sin x dx എന്ന് എഴുതാം. പിന്നെ നമ്മൾ സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്കറിയാം. പിന്നെ സൈൻ സി 5xും ഡി 3xും 4xും എക്സും കൂട്ടി 5x 4xന്ന് എക്സ് കുറച്ച് 3x അതൊക്കെ മനസ്സിലായി. സിയും ഡി കിട്ടിയൊക്കെ പറഞ്ഞ് മനസ്സിലായി. പിന്നെ സൈൻ സി മൈനസ് സൈൻ ഡി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സൈൻ സി മൈനസ് സൈൻ ഇപ്പോൾ 2 കോസും സൈനാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് 2 cos c plus d/2 സൈൻ സി മൈനസ് d/2 അപ്ലൈ ചെയ്യുമ്പോൾ 2 cos 5xും 3xും കൂട്ടി 8xൻ്റെ പകുതി 4x. ഇപ്പോൾ 2 cos 4x സൈൻ സി മൈനസ് d/2 5xന്ന് 3x കുറച്ച് 2x 2xൻ്റെ പകുതി x. അത് കറക്റ്റോടെ കിട്ടേണ്ടത് 2 cos 4x sin x dx. അപ്പോൾ ഇത് തന്നെയാണിത്. ഇത് അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇത് ചെയ്താൽ സൈൻ 5x മൈനസ് സൈൻ 3x dx. പിന്നെ സ്റ്റെപ്പ് കൂടി മാത്രമേ ഒരു ഇൻ്റഗ്രേഷൻ 1/2 ഇൻറ്റു സൈൻ 5xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos 5x ഡിവൈഡ് ബൈ 5 മൈനസ് ഇടുക. സൈൻ 3xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് cos 3x ഡിവൈഡ് ബൈ 3 പ്ലസ് സി. വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ 2 മൈനസ് പ്ലസ് ആക്കിയ സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ ചെയ്താം. നമ്മൾ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ നമ്പർ 68. 68ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ 4x sin 8x dx. ഏതായാലും 1/2 ഇൻറ്റു 2 sin 4x sin 8x dx ചെയ്തു. ഇവിടെ നമ്മൾ കോസ് ഡി മൈനസ് കോസ് സി എന്നാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. കോസ് ഡി മൈനസ് കോസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഉണ്ടാവില്ല. 2 sin c plus d/2 sin c minus d/2 cos c minus cos t ഇതാണ് -2 sin c plus d/2 sin c minus d/2 നടക്കുക. cos d minus cos c ഇതാണ് ചെറിയ കോണാണ് ആദ്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ മൈനസ് ഉണ്ടാവില്ല. ഇവിടെ 8 4 12 അല്ലേ. അപ്പോൾ cos 4x മൈനസ് cos 12x നമ്മൾ ചെയ്യാൻ പോകണം. ഇത് ഡി ഇത് സി എപ്പോഴും വലിയ കോണായിരിക്കണം. 8 4 12x 8x 4x കൂട്ടിയ 12x അതാണിത്. വലിയ കോൺ എപ്പോഴും സി ആയിരിക്കണം. 8x 4x പോയാൽ 4x അത് ഡി. ചെറിയ കോണാണ് ഡി കോണാണ് ഡി വരുന്നത്. വലിയ കോണ് സിയും ചെറിയ കോണ് ഡി. അപ്പോൾ അത് കോസ് ഡി മൈനസ് കോസ് സി ഫോമായി. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ 2 sin c plus d/2 c എന്ന് പറഞ്ഞാൽ 12x ആണ്.
12x 4x കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. വീണ്ടും സൈന് 12x 4x കുറച്ചിട്ട് 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 2 സൈന് 12 4 16 x/2 12 4 8 അല്ലേ. 2 സൈൻ 8x സൈൻ 8ൻ്റെ പകുതി 4x ഞാൻ കൊടുക്കാം ഉണ്ടോ. ഇത് വേണമെങ്കിൽ സൈൻ 4x ആദ്യം എഴുതാം, സൈൻ 8x വേണം പിന്നെ എഴുതാമല്ലോ. 2 സൈൻ 4x ആദ്യം സൈൻ, അപ്പോൾ സൈൻ 8x പിന്നെ എഴുതിയാൽ കൊടുക്കുക 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 2 സൈൻ 4x സൈൻ 8x 2 സൈൻ 4x സൈൻ 8x. അപ്പോൾ അതിന് പകരം നമുക്ക് കോസ് 4x മൈനസ് കോസ് 12x എഴുതാം. കോസ് അങ്ങനെ എഴുതാം. ഇനി ഒറ്റ സ്റ്റെപ്പുകൾ ഇൻ്റഗ്രേഷൻ്റെ 1/2 ഇൻറ്റു കോസ് 4xൻ്റെ സൈൻ 4x/4 മൈനസ് കോസ് 12xൻ്റെ സൈൻ 12x/12 പ്ലസ് സി 1/2 ഇൻറ്റു സൈൻ 4x/4 മൈനസ് സൈൻ 12x/12 പ്ലസ് സി. അപ്പോൾ അത് 1/2 × 2 എന്ന് പറഞ്ഞാൽ ചെയ്താൽ സൈൻ 4x സൈൻ 8x ചെയ്താൽ ഇവിടെ കോസ് ടി മൈനസ് കോസ് സി ആണ് എടുക്കുന്നത്. കോസ് ടി മൈനസ് കോസ് എടുക്കുമ്പോൾ 2 സൈൻ സി പ്ലസ് t/2 സൈൻ സി മൈനസ് t/2ലേക്കാണ് പോവുക. സൈനിലേക്കും സൈനിലേക്കാണ് പോകുന്നത്. അതിങ്ങനെ മാറി മാറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സി എന്ന് പറഞ്ഞാൽ വലിയ കോണ് 8 4 12x, ഡി എന്ന് പറഞ്ഞാൽ ചെറിയ കോണ് 8 4 കുറച്ച് 4x. അപ്പോൾ കോസ് ഡി മൈനസ് കോസ് സി ആണ് എടുക്കുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ചെറിയ കോണാണ്, അതുകൊണ്ടാണ് കോസ് 4x മൈനസ് 12 കോസ് 12x. അങ്ങനെ കോസ് ഡി മൈനസ് കോസ് സി സ്റ്റെപ്പിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ എത്തിയതിന് ശേഷം ഇൻ്റഗ്രേഷൻ, ഇനി ലാസ്റ്റ് ഇൻ്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. 1/2 ഇൻറ്റു കോസ് എക്സിൻ്റെ സൈൻ എക്സ്, അപ്പോൾ കോസ് 4xൻ്റെ സൈൻ 4x / 4 മൈനസ് കോസ് 12xൻ്റെ സൈൻ 12x / 12 പ്ലസ് സി. നമ്മൾ ആ റിസൾട്ട് കോസ് സി മൈനസ് കോസ് ടി അല്ലെങ്കിൽ കോസ് ടി മൈനസ് കോസ് സി അല്ലെങ്കിൽ സൈൻ സി മൈനസ് സൈൻ ഡി അല്ലെങ്കിൽ സൈൻ സി പ്ലസ് സൈൻ ഡി, ഇത് ഈ റിസൾട്ട് ഒന്ന് ക്ലിയർ ആയാൽ ഒരു പ്രശ്നമില്ല. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 69 ആണ്. 69 രണ്ട് ക്വസ്റ്റ്യനോട് നമ്മൾ ഇതിൽ ചെയ്യുന്നത് 69ഉം 70 ആണ് ചെയ്യുന്നത്. 69 ക്വസ്റ്റ്യൻ നമ്പർ 69 ഇൻ്റഗ്രൽ ഓഫ് cos 4x cos 6x dx 1/2 ഇൻറ്റു 2 ഇൻറ്റു cos 4x cos 6x dx. ഇതെന്താ പറയുക, 1/2 ഇൻറ്റു എന്താ എഴുതണമല്ലോ. നമ്മൾ കോസ് സി പ്ലസ് കോസ് ടി ആണ് ഇവിടെ എടുക്കുന്നത്. കാരണം കോസ് സി പ്ലസ് കോസ് ടി ആണെങ്കിൽ കോസും കോസും വരും. കോസ് സി പ്ലസ് കോസ് ഡി എന്ന് പറഞ്ഞാൽ 2 കോസ് സി പ്ലസ് t/2 കോസ് സി മൈനസ് t/2. സി എന്ന് പറഞ്ഞാൽ വലിയ ആണ്, 6x 4x കൂട്ടിയാൽ 10x. ഡി എന്ന് പറഞ്ഞാൽ ചെറിയ 6x 4x പോയാൽ 2x. ഇത് സി ഇത് ഡിയും. അങ്ങനെ കോസ് സി പ്ലസ് കോസ് ടി എന്ന് പറഞ്ഞാൽ 2 അപ്ലൈ ചെയ്ത് നോക്കാം. 2 കോസ് സി പ്ലസ് t/2 എന്ന് പറഞ്ഞാൽ സി 10x അല്ലേ. 10x 2x കൂട്ടി 2 കൊണ്ടായിരിക്കും. കോസ് പിന്നെ 10x 2x കുറച്ചിട്ട് 2 കൊണ്ടായിരിക്കുക. അപ്പോൾ 12x/2 10x 2x 8x/12 8x/2 2 കോസ് 6x കോസ് 4x ആണെങ്കിൽ കോസ് 4x ആണെങ്കിൽ ആദ്യം എഴുതാം. കോസ് 6x പിന്നെ എഴുതിയാൽ ഇത് തന്നെയല്ല അവിടെ എഴുതുന്നത്. 2 കോസ് 4x കോസ് 6x ഇത് തന്നെയാണിത്. ഇതിന് വേറെ ഇത് എഴുതാം. അപ്പോൾ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് 10x കോസ് 2x dx സീക്വൽ 1/2 ഇൻറ്റു ഇൻ്റഗ്രേഷൻ കോസ് 10xൻ്റെ സൈൻ 10x/10ഉം കോസ് 2xൻ്റെ സൈൻ 2x/2 പ്ലസ് സി. ഇപ്പോൾ 1/2 ഇൻറ്റു
സൈൻ 10x/10 പ്ലസ് സൈൻ 2x/2 ഒന്നുകൂടി നോക്കാം. ആദ്യം 1/2 × 2 പറഞ്ഞു ചെയ്താൽ അപ്പോൾ cos 4x cos 6x ആണുള്ളത്. cos c പ്ലസ് കോസിൻ്റെ റിസൾട്ട് നമുക്കറിയാം. 2 cos c പ്ലസ് 3/2 cos c മൈനസ് 3/2 നമുക്കറിയാം. സി ഡി എടുക്കാൻ അറിയാം. സി എന്ന് പറഞ്ഞാൽ വലിയ 6 4 കൂട്ടണം, അതാണ് വലിയ കോൺ സി. 6x 4x കുറച്ചാൽ 2x, അതാണ് ചെറിയ കോണ് ഡി. അങ്ങനെ cos c പ്ലസ് cos d ഫോർമുല അറിയാം. സി കിട്ടി മനസ്സിലായി, ഡി കിട്ടി മനസ്സിലായി. ഇനി റിസൾട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം. 2 cos c പ്ലസ് 3/2 10x 2x കൂട്ടി 2 കൊണ്ട് അടിക്കുക. 12x പകുതി എന്ന് പറഞ്ഞാൽ 6x. പിന്നെ cos c മൈനസ് 3/2 എന്ന് പറഞ്ഞാൽ 10x 2x കുറച്ചാൽ 8x പകുതി 4x. ഈ cos 4x ഇങ്ങോട്ട് ചെയ്താൽ cos 6x ഇങ്ങോട്ട് ചെയ്താൽ നന്നായി. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നല്ലോ. 2 cos 4x cos 6x കറക്റ്റ് വന്നില്ലേ? ഇത് തന്നെയാണിത്. ഇതിന് പകരം ഇത് ചെയ്താൽ ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇതിന് പകരം ഇത് cos 10x cos 2x ഇതിൻ്റെ ഒറ്റ ഇൻ്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. 1/2 ഇൻറ്റു cos 10xൻ്റെ sin 10x/10 പ്ലസ് cos 2xൻ്റെ sin 2x/2. കാരണം cos xൻ്റെ sin x ആണ്. അപ്പോൾ cos 10xൻ്റെ sin 10x പോരാ ബൈ 10x ഡെറിവേറ്റീവ് 10 കൊണ്ടായിരിക്കും. അതൊക്കെ നമുക്കറിയാം. cos 2xൻ്റെ അതിന് sin 2x/2 എന്നുണ്ടാവും പ്ലസ് സി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്യാം ലാസ്റ്റ് ഈ സെക്ഷനിൽ. പിന്നെ വേറെ സെക്ഷനാണ് ക്വസ്റ്റ്യൻ നമ്പർ 70, 70ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് sin 4x sin cos 7x sin 4x cos 7x 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 2 sin 4x cos 7x dx. ഇത് നമ്മൾ ചെയ്യുന്നത് sin c മൈനസ് sin d ആണ്. sin c മൈനസ് sin d എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 cos c പ്ലസ് c/2 sin c മൈനസ് d/2 ആണ്. സി വലിയ കോൺ എയും 4ഉം എത്രയായി? 11x. sin d ചെറിയ കോൺ ax 4x ആയാൽ 3x. സി കലു 2 cos c പ്ലസ് d/2 11 3 രണ്ടുകൊണ്ടല്ല 11x 3x കുറച്ചിട്ട് രണ്ടുകൊണ്ടല്ല 2 sin 11 3 14x. മറ്റു കോസാണ് അവിടെ 2 cos sin 11 3 8 അല്ലേ? cos 7x 8ൻ്റെ പകുതി 4x. നമുക്ക് sin 4x ആദ്യം ചെയ്ത് cos 7x പിന്നെ ഇതിപ്പോൾ കറക്റ്റ് എന്താ 2 sin 4x cos 7x ഈക്വൽ ടു 1/2 ഇൻ്റഗ്രലോ ഇത് തന്നെയാണത്. ഇതിന് വേറെ എന്ത് ചെയ്താൽ sin 11x sin 3x dx ഇൻ്റഗ്രലോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. sin 11xൻ്റെ മൈനസ് cos 11x പോരാ ബൈ 11 മൈനസ് ഇടുക. sin 3xൻ്റെ മൈനസ് cos 3x ബൈ 3 പ്ലസ് സി. വേണമെങ്കിൽ മൈനസോട് പ്ലസ് ആക്കി ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ ഇപ്പോൾ 1/2 ഇൻറ്റു മൈനസ് cos 11x ബൈ 11 പ്ലസ് cos 3x ബൈ 3 ഉണ്ടാവും. ഒന്നുകൂടി പറയാം. ഇതൊക്കെ ഒരു മെത്തേഡ് തന്നെയാണ്. ശരിക്കും ആ പ്രോബ്ലം എഴുതി പഠിക്കുന്നവർക്ക് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. 1/2 ഇൻറ്റു 2 എന്ന് ആദ്യം ചെയ്താൽ sin c മൈനസ് sin d അവിടെ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ കോസും സൈനും വരും. sin c പ്ലസ് sin d എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ കറക്റ്റ് കിട്ടില്ല. അന്നേരം sin c മൈനസ് sin d മാറ്റിയാൽ മതി. 1-2 പ്രാവശ്യം മനസ്സ് കണക്കൂട്ട് വയ്ക്കിയാൽ മതി. അപ്പോൾ sin c മൈനസ് sin d ആണ് ഇവിടെ മനസ്സിലായാൽ sin c മൈനസ് sin d എടുക്കുക. sin c മൈനസ് sin d എന്ന് പറഞ്ഞാൽ 2 cos c പ്ലസ് d/2 sin c മൈനസ് d/2 എന്നാണ്. സി എന്ന് പറഞ്ഞാൽ വലിയ കോൺ എയും 4ഉം 11x ഇതാണ് സി. ഡി എന്നാണ് ചെറിയ കോൺ കുറയ്ക്കുക. ax 4x പോയാൽ 3x.
ഇപ്പോൾ സിയും ഡിയും കിട്ടി. സൈൻ സി മൈനസ് സൈൻ ഡി റിസൾട്ട് നമുക്കറിയാം. അപ്ലൈ ചെയ്ത് നോക്കുക. 2 cos സി പ്ലസ് ഡി കഴിഞ്ഞാൽ 11x 3x കൂടെ 14x പകുതി AX. പിന്നെ സൈന് സി മൈനസ് സി കഴിഞ്ഞാൽ 11x 3x 8x 8x പകുതി 4x. 2 cos 7x സൈൻ 4x. സൈൻ 4x ഒന്നും കൂടെ എഴുതിയാൽ 2 sin 4x cos 7x ഉണ്ടോ. 2 sin 4x cos 7x ഇത് തന്നെയാണിത്. അപ്പോൾ ഇതിന് വരുത് ചെയ്താൽ അപ്പോൾ ഇതിന് വേറെ സൈൻ 11x സൈൻ 3x എന്ന് എഴുതാം. പിന്നെ ഒറ്റ സ്റ്റെപ്പ് കൂടി ഇൻറ്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. 1/2 കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്ത് സൈൻ എക്സിൻ്റെ മൈനസ് കോസ് എക്സ്. അപ്പോൾ സൈൻ 11x മൈനസ് കോസ് 11x ബൈ 11 മൈനസ് അവിടെ ഇടുക. വീണ്ടും സൈൻ 3x മൈനസ് കോസ് 3x ബൈ 3 നമുക്കറിയാം. പ്ലസ് സി വേണമെങ്കിൽ ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആക്കി ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ എഴുതാം. ഈ സെക്ഷനിൽ അവിടെ നിർത്തുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. അടുത്ത സെക്ഷനിൽ വേറെ അല്പം വ്യത്യാസമുള്ള ഇൻറ്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ശരിക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള പ്രോബ്ലമാണ് അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒക്കെ സ്റ്റാർട്ടിംഗ് ആണ്. വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. ശ്രദ്ധിച്ച് നന്നായി എഴുതി പഠിക്കുക. തുടക്കമാണെന്ന് ശ്രദ്ധിച്ചാണെങ്കിൽ പ്രോബ്ലം ഉണ്ടാവും സ്റ്റാർട്ടിങ്ങും. അതുകൊണ്ട് പരമാവധി എഴുതി പഠിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ.